ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ പോയി. ഞാൻ എന്റെ അച്ഛന്റെ കൂടെ പോവാ. ഇല്ല, അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. എടോ അതേന്ന് അച്ഛന്റെ പൾസ് കറക്റ്റായി. അച്ഛൻ വീണ്ടും ശ്വസിച്ചു തുടങ്ങി. അച്ഛൻ പോയി. ഞാൻ എന്റെ അച്ഛന്റെ കൂടെ പോവാ. ഇല്ല, അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. എടോ അതേന്ന് അച്ഛന്റെ പൾസ് കറക്റ്റായി. അച്ഛൻ വീണ്ടും ശ്വസിച്ചു തുടങ്ങി. ഡോക്ടർമാരിപ്പോ പറഞ്ഞു തന്റെ അടിയുറച്ച ഭക്തിയാണ് അച്ഛനെ രക്ഷിച്ചത്. താ വാ. ദൈവം കൈവിട്ടില്ല നിന്നെ നിന്റെ അച്ഛനെ.
ഹായ് മാഡം, ഹലോ. ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ അരവിന്ദ് ശങ്കർ. ഹലോ. ഹലോ സർ. നമസ്കാരം. സർ, നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. ആ, അല്ല, വേറൊന്നുമല്ല, ഇവിടുത്തെ അച്ഛൻ തീരെ വയ്യാതെ കിടക്കുക. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ടിരിക്കാം. ആയിക്കോട്ടെ, വരാം. ശരി. ആ, ഇരിക്കൂ സർ. ആ. അറിയാലോ, ഇത് സാറിന്റെ രണ്ടാമത്തെ പ്രൊഡക്ഷനാ. ഉം. ഒന്നാമത്തെ പടം തെലുങ്കിലായിരുന്നു, അത് ഭയങ്കര ഹിറ്റല്ലേ? ആ, മലയാളത്തിലൊരു പടം നിർമ്മിക്കാന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ തോന്നി ഒരല്പം കൂടി വൈഡായി ചിന്തിക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങിയതാ ഞാൻ. സാറ് നേരിട്ട് വന്നത് പ്രിയങ്ക മേഡത്തിന് അഡ്വാൻസ് തരാൻ വേണ്ടിട്ടാ. പ്രിയങ്ക, സിനിമയെ പല ആംഗിളിൽ നിന്ന് കാണുന്ന ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്റെ കുടുംബം തന്നെയാ. എന്ന് പറഞ്ഞ എന്റെ വൈഫും മക്കളും ഒക്കെ സിനിമയിൽ ഇൻവോൾവ് ആയിരിക്കും. അവർക്കറിയാത്ത ഒരു രഹസ്യവും എനിക്കില്ല. ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സിനിമയ്ക്ക് വേണ്ട പരമാവധി സഹകരണമാണ്. സർ, സിനിമ എന്റെ പാഷനാ. ഞാൻ സിൻസിയറായിട്ട് വർക്ക് ചെയ്തോളാം. ഓക്കെ, എങ്കിൽ ഇത് വാങ്ങിച്ചോ. ഇത് 5 ലക്ഷം രൂപയുണ്ട്. പ്രിയങ്ക പ്രതിഫലത്തിന്റെ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല. വേണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ സെറ്റിൽ വന്ന് സംസാരിക്കാം. അയ്യോ, അതൊന്നും കുഴപ്പമില്ല സർ. ഈ സിനിമയില് സർ എന്നെ പ്രതിഫലമായി നിശ്ചയിക്കുന്ന എന്താണോ അത് മേടിച്ച് ഞാൻ വന്ന് വർക്ക് ചെയ്തിരിക്കും. ഇക്കാലത്ത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് പറയുന്ന കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടാ. ദാ ഇത് മേടിച്ചോ. താങ്ക്സ്.